Dear students, ഇന്ന് നമുക്ക് സിസ്റ്റം മെട്രിക്സ് ഫോർ തിക്ക് ലെൻസ് ആൻഡ് തിൻ ലെൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മളൊരു ലെൻസ് ഓഫ് തിക്നെസ് സ്മോൾ ടി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n placed in air. That lens is placed in air. So we consider lens of thickness small t and refractive index small n placed in air. R1, R2 അതിൻ്റെ സർഫസസിൻ്റെ ടു സർഫസസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു റേ ഫസ്റ്റ് സർഫസിൽ വന്ന് എ എന്നുള്ള പോയിന്റിൽ അറ്റ് ഹൈറ്റ് x1 ഫ്രം ദ ആക്സിസ് അത് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് എമർജസ് ഫ്രം ദ പോയിന്റ് ബി വിച്ച് ഈസ് അറ്റ് എ ഹൈറ്റ് x2 ഫ്രം ദ same axis, and the coordinates of the ray at a and b നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് നോക്കാം. x1 lambda 1 ഉം x2 lambda 2 ഇങ്ങനെ രണ്ട് കോർഡിനേറ്റ് ആയിട്ട് ഇതിന് ഈ റേ അറ്റ് എ ആൻഡ് ബി കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഇമേജ് വരച്ചതാണ്. ആ ഇമേജ് ഒന്ന് റെഫർ ചെയ്യുക. ആ എയും ബിയും പോയിന്റിലെ റേനെ നമ്മൾ ഈ കോർഡിനേറ്റ് x1 lambda 1 x2 lambda 2 എന്നിങ്ങനെ കോർഡിനേറ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ റേ എ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഇറ്റ് സഫേഴ്സ് ടു റിഫ്രാക്ഷൻസ് at each surfaces, one at the first surface and other at the second surface of the lens, and a translation through a distance t. That small t thickness ഈ ലെൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ സമയത്ത് അതിനൊരു ട്രാൻസ്ലേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഈ ലെൻസിൻ്റെത്. അപ്പോൾ അത് എയറിലായതുകൊണ്ട് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ സിസ്റ്റം മെട്രിക്സ് വെച്ചിട്ട് ഈ എഫക്റ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും നമ്മൾ കണ്ടു. x2 lambda 2 ഈസ് ഈക്വൽ ടു സിസ്റ്റം മെട്രിക്സ് x1 lambda 1. ഈ സിസ്റ്റം മെട്രിക്സ് അതും നമ്മൾ കണ്ടതാണ്. ഇറ്റ് ഈസ് 1 മൈനസ് dp1 ബൈ n2. ആൻഡ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഈ n2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം ആയിരുന്നു. ഇവിടെ ഫസ്റ്റ് മീഡിയം എയറും നമ്മുടെ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ n2 പകരം n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. പിന്നെ തിക്നെസ് d അല്ലെങ്കിൽ തിക്നെസ് t ആണ്. അപ്പോൾ ഡിക്ക് പകരം സ്മോൾ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഡിക്ക് t എന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 മൈനസ് dp1 ബൈ n t ഇത് d ബൈ n2 t ബൈ n മൈനസ് p1 പ്ലസ് p2 ഡിക്ക് പകരം ടി കൊടുത്താൽ ടി ഇൻറ്റു p1 p2 ബൈ n. n2 ഉള്ളിടത്തൊക്കെ n ആക്കുക, ഡി ഉള്ളിടത്തൊക്കെ ടി ആക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഓക്കെ, ഈ സിമ്പിളാണ്. ഇത്രയും ചെയ്യാനുള്ളൂ നമ്മുടെ സിസ്റ്റം മെട്രിക്സ് ഫോർ എ തിക്ക് ലെൻസ്. ജസ്റ്റ് വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് സ്മോൾ ടി ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റൽ ഡി and refractive index if it is in air. Consider this thick lens is in air. ഇനി സിസ്റ്റം മെട്രിക്സ് ഫോർ തിൻ ലെൻസ് നമ്മൾ തിക്ക് ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സ് കണ്ടു കഴിഞ്ഞു. ആ ഇക്വേഷൻ 1 നമ്മൾ ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. അതേ സമയത്ത് തിൻ ലെൻസിൻ്റെ കേസിൽ തിൻ ലെൻസിൽ ടി അതായത് തിക്നെസ് ടി ടെൻസ് ടു 0. അത് വളരെ തിന്നാകുന്നതോറും അതിൻ്റെ തിക്നെസ് 0യിലേക്ക് അതിങ്ങനെ ചെറുതായി വരുന്നു. ആ സമയത്ത് നമുക്ക് ടി ഉള്ളത് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ മെട്രിക്സ് ഒന്നുകൂടെ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 മൈനസ് p1 പ്ലസ് p2 ടി ഈ ടേം 0 ആയി, ഈ ടേമിൽ 1 മാത്രം ബാക്കിയായി. അപ്പം സിസ്റ്റം മെട്രിക്സിൽ സി മൈനസ് ഡി മൈനസ് എ ബി ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റം മെട്രിക്സിൻ്റെ ഈ ജനറൽ ഫോർമുലയായിട്ട് നമ്മളതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പയറിംഗ് വിത്ത് ജനറൽ ഇക്വേഷൻ വി ക്യാൻ ഗെറ്റ് ദ Gauss constants, that is A is equal to P1 plus P2 and A is equal to P1 plus P2, B is equal to 1, C is equal to 1, D is equal to 0. So you say that using the condition for image plane minus CD1 minus D F D1 D2 plus B D2 equal to 0 ആണ്. ഇതിൽ നമ്മൾ കിട്ടിയ ഗോസ് കോൺസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ സിക്ക് 1 ആണ്, അതുകൊണ്ട് സി D1 D1 മാത്രം, മൈനസ് ഡി 0 ആണ്. അപ്പോൾ ആ ടേം പോയി, പ്ലസ് എ തന്നെ നിൽക്കട്ടെ, കാരണം എ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 ആണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് എ ഇൻറ്റു D1 D2, ബിക്ക് 1 കൊടുത്താൽ D2 മാത്രമേ ഉണ്ടാവുള്ളൂ, ഈക്വൽ 0. ഇനി D1 D2 അവിടെ നിർത്തിയിട്ട് D1 ഉം D2 ഇത് രണ്ടാണെങ്കിൽ അങ്ങോട്ടും ഉണ്ടായാൽ D1 മൈനസ് D2 എന്ന് കിട്ടും. എ 1 മൈനസ് D2 ബൈ മൈനസ് 1 ബൈ D1 എന്ന് കിട്ടും. ഇനി ഇതിൽ എ എന്ന് പറഞ്ഞാൽ P1 പ്ലസ് P2 ആണ്. നമ്മൾ T 0 ആക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ
ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. A is equal to 1 by T2 minus 1 by T1. ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. P1 എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടതാണ് N2 minus N1 by R1. ഇവിടെ N1 1 ആണ്, എയർ ആയതുകൊണ്ട് N2 minus N1 പകരം N minus 1 by R1 radius of curvature of the first surface. P2 എന്ന് പറഞ്ഞാൽ 1 minus N by R2 എന്ന് കിട്ടും. A is equal to P1 plus P2 ആണ്. അപ്പോൾ ഈ P1 നെയും P2 നെയും നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 by R1 minus 1 by R2. ഓക്കെ, ഈ ഇക്വേഷൻ 3ലാണ് നമുക്ക് ഈ P1 ഉം P2 കൊടുത്തത്. നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത് A is equal to ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 3ൽ കൊടുക്കുന്നു. നമുക്ക് P1 P2ൻ്റെ വാല്യൂ കൊടുത്തിട്ട് കിട്ടിയ എൻ്റെ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 3ൽ കൊടുക്കും. അപ്പോൾ നമുക്ക് N minus 1 into 1 by R1 minus 1 by R2 എന്ന് കിട്ടും. 1 minus N minus 1 into 1 by R1 minus 1 by R2. അത് ഈക്വൽ ടു 1 by D2. ഈ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ്റെ എ ഇതാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ്റെ എ ഇതാണ്. ഒന്നുമില്ല, N minus 1 into 1 by R1 minus 1 by R2നെ 1 by D2 minus 1 by D1 കൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ കിട്ടി. ഇത് D2 എന്ന് പറഞ്ഞാൽ വിയും D1 എന്ന് പറഞ്ഞാൽ യു ആണ്. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. അത് യു വിയും വെച്ചിട്ടുള്ള ഇക്വേഷനാണ്. യു ഇൻഫിനിറ്റിയിലേക്ക് പോവുകയും വി എഫ് ആക്കി കൺസിഡർ. വി എന്ന് പറഞ്ഞാൽ ഫോക്കൽ പ്ലെയിൻ ആണ്, അതുകൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ N minus 1 into 1 by R1 minus 1 by R2 1 by U ഇത് 0 ആയിപ്പോയി, 1 by V 1 by F ആയിട്ടും ചെയ്താൽ ഇതാണ് ലെൻസ്. ദിസ് ഇസ് കോൾഡ് ലെൻസ് ഫോർമുല. അങ്ങനെ ലെൻസ് ഫോർമുല നമുക്ക് കിട്ടി. ഇതിൽ തിൻ ലെൻസിൻ്റെ കേസിൽ കിട്ടിയ ലെൻസ് ഫോർമുലക്ക് പ്രകാരം അതിലൊരു N minus 1 into 1 by R1 minus 1 by R2 1 by F ആണ്. ഓക്കെ, ഈ കേസിൽ തിൻ ലെൻസിൻ്റെ കേസിൽ നമ്മൾ സിസ്റ്റം മെട്രിക്സ് എഴുതുമ്പോൾ സിസ്റ്റം മെട്രിക്സ് ഈക്വൽ ടു 1 by F ഈക്വൽ ടു എ ആണ്. അതുകൊണ്ട് തന്നെ 1 by F ഈക്വൽ ടു എ ആണ്. അതുകൊണ്ട് കാരണം ഇതാ ഇത് നമുക്ക് കിട്ടിയത് എ അല്ലേ. 1 minus 1 into ഇത് എന്ന് പറഞ്ഞാൽ N minus 1 into 1 by R1 minus 1 by R2 അത് എ അല്ലേ. എ എന്ന് പറഞ്ഞാൽ 1 by F എന്ന് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ സിസ്റ്റം മെട്രിക്സ് ഏതായിരുന്നു? സിസ്റ്റം മെട്രിക്സ് ഇതാ എക്ക് പകരം നമുക്ക് 1 by F എന്ന് കൊടുക്കാം. അപ്പോൾ സിസ്റ്റം മെട്രിക്സ് എങ്ങനെ വരിക? സിക്ക് 1 മൈനസ് ടിക്ക് അത് 0 മൈനസ് എക്കോ മൈനസ് 1 by F, ബിക്ക് എന്താ വരിക? 1. അപ്പോൾ ഈ സിസ്റ്റം മെട്രിക്സ് നമുക്ക് കിട്ടും 1 0 മൈനസ് 1 by F 1 എന്ന് കിട്ടും. അത് 1 by F എ എന്ന് കൊടുത്തു. സിമ്പിളി ഒന്നുമില്ല, 1 by F എ എന്നൊരു ഭാഗത്ത് 1 by F എന്ന് കൊടുത്തു. അങ്ങനെ നമുക്ക് സിസ്റ്റം മെട്രിക്സ് ഫോർ തിൻ ലെൻസും ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമ്മളൊരു എക്സ്പ്രഷൻ ഫോർ ദ ഫോക്കൽ ലെങ്ത് ഓഫ് തിക്ക് ലെൻസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സിസ്റ്റം മെട്രിക്സ് ജനറൽ സിസ്റ്റം മെട്രിക്സ് ഇക്വേഷൻ S is equal to C minus D minus A B ആണ്. അതിൽ സിസ്റ്റം മെട്രിക്സ് വിത്ത് തിക്ക് ലെൻസിൻ്റെ ഇക്വേഷൻ സിസ്റ്റം മെട്രിക്സ് ഫോർ തിക്ക് ലെൻസ് ജനറൽ സിസ്റ്റം മെട്രിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്കും ബിക്കും സിക്കും ഡിക്കുള്ള വാല്യൂ ഇങ്ങനെ കിട്ടും. തിക്നെസ് ടി സ്മോൾ ടി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ P1 plus P2 മൈനസ് ടി P1 P2 ബൈ N എന്ന് കിട്ടും. ബിക്ക് നമുക്ക് 1 മൈനസ് P2T അല്ലെങ്കിൽ ടി P2 ബൈ N എന്ന് കിട്ടും. സിക്ക് നമുക്ക് 1 മൈനസ് P1T ബൈ N എന്ന് കിട്ടും. ഡിക്ക് നമുക്ക് മൈനസ് ടി ബൈ N അത് കിട്ടും. അങ്ങനെ ഇമേജ് പ്ലെയിൻ വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജ് പ്ലെയിനുള്ള ഇക്വേഷൻ മൈനസ് സി ഡി വൺ ഇത് മൈനസ് സി ഡി വൺ ക്യാപിറ്റൽ ഡി ആണ്. ഈ ഡി സ്മോൾ തന്നെയാണ്, ഇത് ക്യാപിറ്റലാണ്. കാരണം ഇത് ഗോസ് കോൺസ്റ്റൻറ്റ് സ്മോൾ ഡി ആണ്, മറ്റേത് നമ്മൾ D1 D2 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇമേജ് പ്ലെയിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: മൈനസ് സി ഡി വൺ മൈനസ് ഡി പ്ലസ് എ D1 D2 പ്ലസ് ബി D2 = 0. ഇതിൽ എ ബി സി ഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എൻ്റെ സീൻ്റെ വാല്യൂ എന്താ? 1 മൈനസ് ടി P1 ബൈ P1T ബൈ N. അതേപോലെ അതിൻ്റെ പുറത്ത് ഒരു D1 ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ടി ബൈ എൻ. ഡിക്ക് അത് മാത്രമേ ഉള്ളൂ, മൈനസ് ടി ബൈ എൻ ആണ്. അപ്പോൾ മൈനസ് ഡി എന്തായി മാറി? പ്ലസ് ടി ബൈ എൻ ആയി. ഇനി പ്ലസ് ഇനി എ അല്ലേ, എൻ്റെ വാല്യൂ
P1 plus P2 in minus T into P1 P2 by N ആയിരുന്നു. അത് ഓൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് D1 D2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് ബിൻ്റെ വാല്യൂ ഇവിടെ 1 മൈനസ് ടി P2 ബൈ N ആണ്. ഇതിൽ P2 കേട്ടോ. സോ ടി P2 P2 by N into D2 is equal to 0. ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് D1 D2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് D1 ആൻഡ് D2 നമ്മൾ വളരെ വലുതാണ്, സ്മോൾ ടി യേക്കാൾ വളരെ വലുതാണ് സ്മോൾ ടി, തിക്നെസ് ഓഫ് ദി ലെൻസ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടേമുകൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യുന്നു. P1 T by D2 N, P2 T by D1 N, അതേപോലെ T by N D1 D2 ഈ ടേമുകൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. രണ്ടാമത്തെ ടേമിന്, അതായത് P1 പ്ലസ് P2 മൈനസ് ടി P1 പ്ലസ് ടി P1 P2 ബൈ N D1 ബൈ D2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പുറത്തുള്ള D1 ബൈ D2 കട്ടായി പോകുന്നു. പിന്നെ P1 പ്ലസ് P2 മൈനസ് ഈ രണ്ട് ടേമും അതേപോലെ ഉണ്ടാവും. ഇതേപോലെ P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N അതുണ്ടാവും. മൂന്നാമത്തെ ടേമിന് നമ്മൾ D1 D2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇയാളുടെ കൂടെ 1 ബൈ D1 ഉണ്ടാവും. ഒന്നിൻ്റെ താഴെ 1 ബൈ D1 ഉണ്ടാവും. ഈ ടേം ഉണ്ടാവില്ല, ടി P2 ബൈ N ഉണ്ടാവില്ല. ബിക്കോസ് ടി P2 ബൈ D1 N നമ്മൾ നെഗ്ലക്ട് ചെയ്ത ടേമാണ്. ബിക്കോസ് D1 ആൻഡ് D2 ഈസ് വെരി വെരി ലാർജർ ദാൻ ദ തിക്നെസ് ഓഫ് ദി ലെൻസ്. സ്മോൾ ടിയിലേക്കാൾ വളരെ കൂടുതലായതുകൊണ്ട് ഈ ടേം നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേമുകൾ ആരൊക്കെയുണ്ടാവും? മൈനസ് 1 ബൈ D2 പ്ലസ് P1 പ്ലസ് P2 മൈനസ് P2 P1 T ബൈ N പ്ലസ് 1 ബൈ D1 ഉണ്ടാവും. ഈ 1 ബൈ D1നെയും 1 ബൈ D2നെയും ഇവിടെ നിർത്തിയിട്ട് ഈ ആൾക്കാർ P1 P2 മൈനസ് P2 P1 T ബൈ N ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഇങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ LHS നോക്കാം. മൈനസ് 1 ബൈ D1 പ്ലസ് 1 ബൈ D2. ഇത് 1 ബൈ എഫ് ആണ്, നമ്മൾ ആൾറെഡി കണ്ടതാണ്. 1 ബൈ എഫ് ഇക്വൽ ടു ഇത് 1 ബൈ എഫ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഈ RHS കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. 1 ബൈ എഫ് ഇക്വൽ ടു P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N. ഇത് 1 ബൈ എഫ് നമ്മൾ ആൾമോസ്റ്റ് എ ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. സോ ഇറ്റ് ക്യാൻ ബി ഇക്വേറ്റഡ് വിത്ത് എ. സ്മോൾ എ ഇസ് ദ ഗോസ് കോൺസ്റ്റൻറ്റ്. സോ ആ ഗോസ് കോൺസ്റ്റൻറ്റ് വെച്ച് നമ്മളിത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് P1 ഉം P2ൻ്റെ ആദ്യം കണ്ടുവച്ച ആൾക്കാരെ ഒന്നുകൂടെ കൊണ്ടുവരാം. ഇവിടെ P1 എന്ന് പറഞ്ഞാൽ N-1 ബൈ R1, P2 എന്ന് പറഞ്ഞാൽ N-1 ബൈ R2. ആ സമയത്ത് ഇത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ P1 P2നും ഇവിടെ P1 P2നും അത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1-1 ഇൻറ്റു ഈ N-1 രണ്ടിൽ നിന്നുള്ളത് പുറത്തേക്ക് വന്നതാണ് ഈ N-1 പുറത്തുള്ളത്. പിന്നെ 1 ബൈ R1 മൈനസ് 1 ബൈ R2 പ്ലസ് N-1 ഇൻറ്റു ടി ബൈ N R1 പ്ലസ് R2 എന്ന് കിട്ടും. ഇനി നമുക്ക് 1 ബൈ, അപ്പോൾ ഇക്വേഷൻ 1 ബൈ എഫ് ആണ്. 1 ബൈ എഫ് എന്നുള്ളത് N-1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2 പ്ലസ് N-1 ഇൻറ്റു തിക്നെസ് ടി ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ലെൻസ് ഇൻറ്റു റേഡിയസ് ഓഫ് കർവേച്ചർ ഫോർ ഫസ്റ്റ് സർഫസ് ഇൻറ്റു റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സെക്കൻഡ് സർഫസ്. ഈ ഇക്വേഷനെയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഫോർ തിക്ക് ലെൻസ് എന്നറിയപ്പെടുന്നത്. സോ നമ്മളിപ്പം ഫോക്കൽ ലെങ്ത്തിനുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് കിട്ടി. 1 ബൈ എഫ് ഇക്വൽ ടു ഇക്വേഷൻ കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് തിക്ക് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് 2-3 പ്രോബ്ലം ഡേറ്റ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ 2 എക്സാമ്പിൾ നിങ്ങൾ അടുത്ത ക്ലാസ്, അതായത് നാളെ ഡിസ്കഷന് വരുമ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് വരാം. അതായത് ഒന്നാമത്തത് എക്സാമ്പിൾ 1, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ഹാവിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. സോ N is equal to 1.5 and radius of curvature 0.5. R1 is equal to 0.5, R2 is equal to minus 0.5 meter. So it is in meter. So അത് മൂന്നും ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N 1.5 R1 നിങ്ങൾക്ക് 0.5 മീറ്റർ എഴുതാം, R2 മൈനസ് 0.5 മീറ്റർ എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? ഫോക്കൽ ലെങ്ത് ഓഫ് എ തിക്ക് ലെൻസ് 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു N-1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2. ഇത് 2 രീതിയിൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, നമുക്ക് ലാസ്റ്റ് കിട്ടിയ ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ട് ഇത് കാണാം. അപ്പോൾ എന്താ ഇക്വേഷൻ? 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു N-1 1 ബൈ R1 മൈനസ് 1 ബൈ R2. ഇത് വെച്ചിട്ട് കാണാം റിഫ്രാക്റ്റീവ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു
mu n minus 1 into 1 by r1 minus 1 by r2. ഇത് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് ഒരു 1 by f കിട്ടും. അതേപോലെ സിസ്റ്റം മാട്രിക്സ് വെച്ചിട്ടും നിങ്ങൾക്ക് കാണാം. സിസ്റ്റം മാട്രിക്സ് വെച്ചിട്ട് ചെയ്യേണ്ടത് എസ് ഇസ് ഈക്വൽ ടു നമ്മൾ സിസ്റ്റം മാട്രിക്സ് 1 0 മൈനസ് പി1 പ്ലസ് പി2 1 ആ മാട്രിക്സ് വെച്ചിട്ട് ചെയ്യാം. p1 കണ്ടുപിടിക്കാൻ നമുക്കറിയാം n മൈനസ് 1 ബൈ r1ഉം p2 കണ്ടുപിടിക്കാൻ 1 മൈനസ് n ബൈ r2. അതായത് p1 is equal to n minus 1 by r1 p2 1 minus n by r2. അത് വെച്ചിട്ട് p1 p2 കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സിസ്റ്റം മെട്രിക്സിൽ 1 0 മൈനസ് p1 p2 1 എന്നുള്ള മെട്രിക്സിൽ കൊടുത്താൽ നമുക്ക് സിസ്റ്റം മെട്രിക്സ് എസ് കിട്ടും. എസ് ഇസ് ഈക്വൽ ടു നമുക്ക് വേറെ സിസ്റ്റം മെട്രിക്സ് നിങ്ങൾക്ക് അറിയാം. ഇതാ സിസ്റ്റം മെട്രിക്സിൻ്റെ വിത്ത് യൂസിങ് ഫോക്കൽ ലെങ്ത്തിൻ്റെ ടേമിൽ നമുക്ക് 1 0 മൈനസ് 1 ബൈ എഫ് 1 എന്ന് കിട്ടും. അപ്പോൾ ആ ഇതിൽ നിന്ന് ഇവിടെ എൻ്റെ എ എന്ന് പറഞ്ഞാൽ അതായത് 1 ബൈ എഫ് എ ഈ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് സിസ്റ്റം മെട്രിക്സ് വെച്ചിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അതായത് n മൈനസ് 1 ഇൻറ്റു 1 ബൈ r1 മൈനസ് 1 ബൈ r2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് 1 ബൈ എഫ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എഫ് കിട്ടും. സിസ്റ്റം മെട്രിക്സ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. സിസ്റ്റം മെട്രിക്സ് വെച്ച് കണ്ടുപിടിക്കാൻ 1 ബൈ എഫ് ഈ ടേം അറിയാത്തത് കാരണം നമുക്ക് അറിയാവുന്ന സിസ്റ്റം മെട്രിക്സ് 1 0 ഇവിടെ എന്തായിരുന്നു ആ ടേം മൈനസ് p1 പ്ലസ് p2 മൈനസ് 1 p1 പ്ലസ് p2 1 ആയിരുന്നു. അപ്പം p1 പ്ലസ് p2 കണ്ടുപിടിക്കാൻ ഈസിയാണ്. p1നുള്ള ഇക്വേഷൻ അറിയാം n മൈനസ് 1 ബൈ r1, p2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് n ബൈ r2. അത് രണ്ടും കൂട്ടിയിട്ടാണ് ഇവിടെ മൈനസ് p1 പ്ലസ് p2 കിട്ടിയാൽ 1 ബൈ എഫ് കിട്ടും. അത് തന്നെ സിമ്പിൾ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എഫ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും പാർട്ട് 1 പാർട്ട് 2 ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ടും സിസ്റ്റം മെട്രിക്സ് വെച്ചിട്ടും നിങ്ങൾ എഫ് കണ്ടുപിടിക്കുക. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടും കാണാം. നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.